അല്ല, അതിന്റെ മറുപടി ഞാൻ കൊടുത്തോണ്ടിരുന്നത് എങ്ങനെയാണ്, എന്റെ പൂർവികർ കുറെ പണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ബാങ്കിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ഓരോ മാസവും എനിക്ക് ഒരു വലിയൊരു തുക വീതം എനിക്ക് തരും. മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കും. നിങ്ങൾ പോകൂ, യാത്ര ചെയ്യൂ, ആഘോഷിക്കൂ, തിരിച്ചു വരുന്നു. അങ്ങനെ എല്ലാ മാസവും 3-4 ലക്ഷം വീതം എനിക്ക് എടുത്തു തരും. ഞാനങ്ങ് പോകും, തിരിച്ചു വരും. ഇങ്ങനെയായിരുന്നു അന്നത്തെ രീതി. ഇത് സത്യമാണോ? അത് തള്ളി പറിക്കുന്നതാണോ? അല്ല, ഇങ്ങനെ പറയുമ്പോൾ ഇത്ര ആധികാരികമായി പറയുമ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷൻ. ഇപ്പൊ സത്യത്തിൽ ഇങ്ങനെ ആയിരുന്നോ എന്നുള്ളത്. സത്യത്തിൽ ഇത്രമാത്രം യാത്ര ചെയ്യാനുള്ള ഒരു സാമ്പത്തിക എന്ന് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ലേബർ ഇന്ത്യയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ്സുകളോ ആയിരുന്നോ? എന്റെ ഭാര്യയുടെ ആഭരണങ്ങൾ പണയം വെച്ചും വിറ്റും പിന്നെ കോളേജ് മാഗസിനുകളുടെ പ്രിന്റിംഗ് കോൺട്രാക്ട് എടുത്തൊക്കെ കിട്ടിയ പൈസ കൊണ്ട് അന്ന് 6000 രൂപയ്ക്ക് 5000 രൂപയ്ക്കൊക്കെയാണ് ഞാൻ 6500 രൂപയ്ക്കാണ് എന്റെ ആദ്യത്തെ നേപ്പാൾ യാത്ര തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ. പക്ഷെ അന്ന് 6500 വലിയ എമൗണ്ട് അല്ലേ? അതെ, അത് പറഞ്ഞ 6500 രൂപ ഞാൻ അന്ന് കോളേജ് മാഗസിനുകളുടെ കോൺട്രാക്ട് എടുക്കുക, എന്റേതായ മറ്റ് ബിസിനസ്സുകൾ ചെയ്യുക. പിന്നെ തികയാതെ വരുമ്പോൾ എന്റെ അമ്മ വല്ലപ്പോഴും, അമ്മ അത്യാവശ്യമായിരുന്നു, ഈ ചിട്ടി പിടിച്ച പൈസയൊക്കെ ആയിട്ട് കുറച്ച് പൈസ വല്ലപ്പോഴും കരഞ്ഞ നിലവിൽ ചെല്ലുമ്പോൾ കുറച്ച് പൈസ എടുത്ത് തരും. ഭാര്യയുടെ ആഭരണം വിൽക്കും. ഇങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്. പിന്നീട് ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ചാരം ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് ആദ്യത്തെ ഒരു വർഷം, ആദ്യത്തെ 12 വർഷവും ഏഷ്യാനെറ്റിന് പ്രതിഫലമൊന്നുമില്ല. പക്ഷെ പിന്നീട് സഞ്ചാരത്തിന്റെ CD-കൾ വിൽപ്പന ആരംഭിച്ചു. അത് സൂപ്പർ ഹിറ്റായി മാറി. അതാണ് പിന്നെ സഞ്ചാരത്തെ നിലനിർത്തിയത്. സഞ്ചാരം പിന്നെ തുടരാനുള്ള എനിക്ക് വരുമാനം ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. പിന്നെ 2, ഈ ലോകയാത്ര സാധാരണ ഒരു മനുഷ്യൻ നടത്തുന്ന പോലെ അല്ല ഞാൻ നടത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സഞ്ചാരത്തിൽ കാണുന്നത് പോലെയോ ഒന്നുമല്ല. ഇപ്പോൾ വ്ളോഗേഴ്സ് പോയി കഴിഞ്ഞാൽ അവർ ഇപ്പോഴത്തെ രീതി നോക്കി കഴിഞ്ഞാൽ അവർ സ്ഥിരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവർ ദിവസം ഒരു എപ്പിസോഡ് ഇടുന്നു. ബാക്കി സമയം അവർ ആഘോഷമായിട്ട് ജീവിതം ആസ്വദിക്കുക ചെയ്യുന്നത്. അതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാം. ഞാനതല്ല ചെയ്തിരുന്നത് അന്നും ഇന്നും ഞാൻ സഞ്ചാരത്തിന് പോകുമ്പോൾ ഞാൻ തനിച്ചാണ് പോകുന്നത്. ഞാൻ പോയാൽ ഒരു ദിവസം 6 എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. 6 എപ്പിസോഡ്? അപ്പോൾ ഒരു ദിവസം പുലർച്ചെ തുടങ്ങിയാൽ രാത്രി വരെ ശരാശരി 6 എപ്പിസോഡ്, ചില ദിവസം 7-8 എപ്പിസോഡ് വരെ പോകും നല്ല സ്ഥലങ്ങളാണെങ്കിൽ. ഈ 6 എപ്പിസോഡ് എടുത്തുകൊണ്ട് വന്നാൽ അടുത്ത ഒരു മാസം സംപ്രേഷണം ചെയ്യാൻ ഞാൻ 4-5 ദിവസം ഇവിടെ മാറുന്നാൽ മതി. അപ്പം ഒരു മാസം 5 ദിവസം ഞാൻ ഇവിടെ മാറി നിൽക്കുന്നുള്ളൂ ഈ ഓഫീസിൽ നിന്ന്. ഈ 5 ദിവസം കൊണ്ട് അടുത്ത ഒരു മാസത്തേക്കുള്ള മുഴുവൻ ഷൂട്ട് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം നമ്മൾ കഠിനാധ്വാനം ചെയ്യുക, രക്തം വേർപ്പാക്കിയിട്ടാണ് ഈ സാധനം എല്ലാം ഉണ്ടാക്കിയത്. അല്ലാതെ തൂർത്തടിക്കാൻ എന്റെ കാരണവന്മാരുടെ കയ്യിൽ അത്രയും കാശുണ്ടായിരുന്നെങ്കിൽ അവർ പോകില്ലായിരുന്നു. എനിക്ക് 4 സഹോദരങ്ങളുണ്ട്. അവരാരെങ്കിലും ഈ പണി ചെയ്യില്ലായിരുന്നോ? ശരിയാണ്, ആർക്കും ചെയ്യാറില്ല. എന്റെ അപ്പന്റെ സ്വത്തിന് എന്റെ സഹോദരൻ എല്ലാവർക്കും അവകാശമല്ലേ. എന്റെ അനിയൻ അങ്ങ് പോയനല്ലോ ഇതുപോലെ കാശ് എടുത്തിട്ട്. ഞാൻ മാത്രം എങ്ങനെയെങ്കിലും സഞ്ചാരിക്കും. അവർക്കറിയാം ഞാൻ ചെയ്യുന്ന പണി അവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന്. അവർ കണ്ടോണ്ടിരിക്കുന്നില്ല ഞാൻ എങ്ങനെ എന്താ ചെയ്യുന്നത്. പുലർച്ചെ 3 മണിക്കും 4 മണിക്കും വീട്ടിൽ ചെല്ലുന്നതും 24 മണിക്കൂറും പണിയെടുക്കുന്നതും. ഇങ്ങനെ ഞങ്ങൾ ഒന്നിച്ചുള്ള ചില യാത്രകളിലും ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന അവർ കണ്ടിട്ടുണ്ട്. എന്റെ ഭാര്യ കണ്ടിട്ടുണ്ട്. എന്റെ മക്കൾക്കറിയാം. അവരാ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഞാൻ ഷൂട്ടിന് പോകുന്ന കൂടെ ഒരിക്കലും യാത്രയില്ല എന്നാണ് തീരുമാനിച്ചത്. കാരണം ഇത്രയും ദുരിതം പിടിച്ചൊരു യാത്ര വേറെ ഇല്ല.